ഹായ് ഹലോ ഗുഡ് മോർണിംഗ്. എൻ്റെ പേര് അങ്ങനെ എന്നെല്ലാവരുടെയും വിശേഷം. അപ്പോൾ ഇന്ന് നമ്മൾ കാലത്ത് എൻ്റെ പതിവ് പോലെ തന്നെ നല്ല ഉഗ്രം മഴ. ഞാനാണെങ്കിൽ 2 ദിവസമായിട്ട് ലീവ് എടുത്തിരിക്കുകയായിരുന്നു കേട്ടോ. കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്ത് തീർക്കാനുണ്ട്, പിന്നെ വീഡിയോസൊക്കെ എടുക്കണം എന്നൊക്കെ വിചാരിച്ചു. പക്ഷെ കാലെടുത്ത് പുറത്തേക്ക് വയ്ക്കാൻ പറ്റാത്ത പോലെ അടിപൊളി മഴയാണ്. പിന്നെ ഇടയ്ക്കിടയ്ക്ക് കറണ്ട് പോക്കും കാരണം പ്രോപ്പറായിട്ട് വെളിച്ചം കാര്യങ്ങളൊന്നും ഇല്ലാണ്ട് ശരിക്കും വീഡിയോസ് ഒന്നും എടുക്കാൻ പറ്റാറില്ല കേട്ടോ. അപ്പോൾ ഇന്ന് കാലത്ത് എൻ്റെ വഴിക്ക് ഞാൻ കുറച്ച് ഇളം ചൂടുവെള്ളം കുടിക്കാൻ കേട്ടോ. അപ്പോൾ നമ്മുടെ സ്റ്റൊമക്കിനുണ്ടാകുന്ന ആ ഒരു ഡിസ്കംഫർട്ട് കാര്യങ്ങളൊക്കെ ഒന്ന് പോയി കിട്ടും. ഗ്യാസ് ഇഷ്യൂസൊക്കെ ഉള്ളവർ ഇങ്ങനെ ചെയ്താൽ നല്ലതാണ് കേട്ടോ. അതൊക്കെയുണ്ടല്ലോ നല്ല ഉഗ്രം മഴ. ഞാനാണെങ്കിൽ ലീവ് മൂടി പോച്ചവരെ കിടന്ന് ഉറങ്ങാനാണ് എനിക്ക് തോന്നിയത്. പക്ഷേ ഇത് നമ്മൾ ലീവ് എടുത്തതിന് കുറേ ഉദ്ദേശങ്ങളുണ്ട്. എന്നൊരു വീഡിയോ ഷൂട്ട് ചെയ്യണമെന്ന് വിചാരിച്ചത്. വേറെ കുറേ പരിപാടികളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെ മടി പിടിച്ച് കിടന്നാൽ ശരിയാവില്ല എന്ന് കരുതിയിട്ട് ചാടി എണീറ്റ് ഇച്ചിരി ലേറ്റായി. പിന്നെ ആമിക്കുട്ടി ഇവിടെ ഇല്ല, അതുകൊണ്ട് കുഴപ്പമില്ല, കുറച്ച് ലേറ്റ് ആയാലും. ചേട്ടൻ ഓഫീസിൽ പോയി. ആമീനെ ഞാൻ ഇന്നലെ ഡ്യൂട്ടി കഴിഞ്ഞ് വരുന്ന വഴിക്ക് വീട്ടിൽ നിന്ന് എടുക്കാൻ വിചാരിച്ചതാട്ടോ. അപ്പോൾ അവളെ വിളിച്ചപ്പോൾ അവൾ വരുന്നില്ലാന്ന്. കാരണം അവിടെ കളിക്കാൻ അവൾക്ക് ഭയങ്കര ഇഷ്ടം. പുറത്തേക്ക് ഇറങ്ങാം, മഴയത് കളിക്കാം, മാമി മാമനൊക്കെ ഉണ്ട്. ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ അങ്ങനെ പുറത്തേക്കൊന്നും വിടില്ല. അതുകൊണ്ട് അവൾക്ക് വലിയ താല്പര്യമില്ല ഇവിടെ വരാനായിട്ട് കേട്ടോ. അങ്ങനെ എന്തായാലും ഇന്ന് പോയിട്ട് എടുക്കണം. പിന്നീടല്ലോ നമുക്ക് ബ്രഷ് ചെയ്യുമ്പോൾ ഞാൻ സൂപ്പറായിട്ട് നിങ്ങളെ കാണിച്ചു തരാം കേട്ടോ. ഞാനിതുണ്ടല്ലോ കുറച്ച് നാൾ മുന്നേ എൻ്റെ ഫ്രണ്ടിൻ്റെ കയ്യിൽ കണ്ടിട്ടുണ്ടായിരുന്നു. അവൾ ഇത് യൂസ് ചെയ്യുന്ന കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര എക്സൈറ്റ്മെൻറ്റ് തോന്നിയിട്ട് വാങ്ങി ട്രൈ ചെയ്ത് നോക്കാനായിട്ട്. ആ സമയത്ത് അവൾ പറയുകയും ചെയ്യുന്നു, ഈ ഒരു കോണ്ടന്റ് ക്രിയേറ്റർ അല്ലേ, ഇങ്ങനത്തെയൊക്കെ വാങ്ങി ട്രൈ ചെയ്യും, റിവ്യൂ ചെയ്യുന്നൊക്കെ. പക്ഷെ നമുക്ക് ഞാൻ എന്നെ സംബന്ധിച്ച് എനിക്കതൊരു അത്യാവശ്യമായിട്ട് തോന്നിയിട്ടുണ്ടായിരുന്നില്ല. നമ്മൾ അത്യാവശ്യമുള്ള കാര്യങ്ങളാണല്ലോ ആദ്യം നടത്തേണ്ടത്, ആവശ്യങ്ങളൊക്കെ പിന്നെയല്ലേ. അതുകൊണ്ട് ഞാനതങ്ങോട്ട് മാറ്റി വെച്ചു. എപ്പോഴെങ്കിലും പറ്റുകയാണെങ്കിൽ വാങ്ങിക്കാമെന്ന് കരുതി. പക്ഷേ ഫൈനലി നമ്മൾ അത് വാങ്ങിച്ചിരിക്കുകയാണ് ഗൈസ്. നമ്മളിന്ന് കറണ്ട് കുത്തിയാണ് ബ്രഷ് ചെയ്യാൻ പോണത്. ഇതിൻ്റെ ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഇലക്ട്രിക് ടൂത്ത് ബ്രഷാണ്. അഗാരോ എന്ന് പറയുന്ന ബ്രാൻഡ്. നല്ല പ്രീമിയം കണ്ട, നല്ല പ്രീമിയം ലുക്കിൽ വരുന്ന ഒരു കേസിലാണ് നമുക്ക് ഈ ഒരു ബ്രഷ് കിട്ടുന്നത്, ഇലക്ട്രിക് ടൂത്ത് ബ്രഷ് കിട്ടുന്നത്. ഞാൻ എടുത്തിട്ടുള്ളത് ഈ ഒരു റോസ് ഗോൾഡ് ആണ് കേട്ടോ. എനിക്ക് ഈ ഒരു കളർ ഇഷ്ടം. വൈറ്റും റോസ് ഗോൾഡ് നല്ല ഭംഗിയില്ല കാണാനായിട്ട്. അവളുടെ ബ്ലാക്ക് ആണ് കേട്ടോ. അപ്പോൾ എനിക്ക് ഇതാണ് കൂടുതൽ ഇഷ്ടം തോന്നിയത്. അപ്പോൾ ഞാൻ ഇതാണ് വാങ്ങിയിട്ടുള്ളത്. അപ്പോൾ നമ്മൾ മേലനങ്ങാണ്ട് ഇന്ന് ബ്രഷ് ചെയ്യാൻ പോവുകയാണ്. ഇതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്ന് ചാർജ് ചെയ്തിട്ട് പ്രത്യേക വായിൽ വെച്ച് കൊടുക്കാം. ഈ ബ്രഷ് ഹെഡ് ഉണ്ടല്ലോ ബോഡിയിലോട്ട് ഇത് ഇങ്ങനെ കണക്ട് ചെയ്യാം. നോർമൽ ബ്രഷിനാലും ഇച്ചിരി സൈസ് കൂടുതലാണെങ്കിൽ ഹാൻഡ് ചെയ്യാൻ കേട്ടോ സംഭവം. ഇതൊരു അടിപൊളി മാഗ്നറ്റിക് കേസിലാണ് നമുക്ക് കിട്ടുന്നത്. 1 ഇയർ വാറൻറ്റി അവർ പറയുന്നുണ്ട്. റീചാർജബിൾ ആണ്, വാട്ടർ പ്രൂഫ് ആണ്. പെട്ടെന്നൊന്നും വെള്ളം തട്ടി അങ്ങനെ കേട് വരുന്ന സംഭവമൊന്നുമല്ല കേട്ടോ. അടിപൊളി ട്രാവൽ ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു കേസിലാണ് നമുക്കിത് കിട്ടുന്നത്. പിന്നെ ഇതിൻ്റെ പവർ ഓൺ ബട്ടൺ കണ്ടില്ലേ, ഇതാണ് പവർ ഓൺ ബട്ടൺ വരുന്നത്. നമ്മളിതിൽ പേസ്റ്റ് അപ്ലൈ ചെയ്ത് വായിൽ വെച്ചതിന് ശേഷം വേണം ഓൺ ചെയ്യാനായിട്ട്. അതുപോലെ യൂസ് കഴിഞ്ഞ് വായിൽ നിന്ന് എടുക്കുമ്പോഴും ഓഫ് ചെയ്തിട്ട് വെള്ളം എടുക്കാനായിട്ട്, അല്ലെങ്കിൽ ആകെ തെറിച്ച് നാശകോശാവൂട്ടാം. ഈ ഒരു ബ്രഷ് ഉണ്ടല്ലോ 5 ഡിഫറെൻറ്റ് മോഡ്സിൽ നമുക്ക് യൂസ് ചെയ്യാനായിട്ട് പറ്റും കേട്ടോ. അതായത് വൈറ്റ്, ക്ലീൻ, സെൻസിറ്റീവ്, പോളിഷ്, മസാജും പറയുന്ന ഏത് മോഡിൽ വേണമെങ്കിലും നമ്മുടെ പേർപ്പസ് അനുസരിച്ച് മാറ്റിയിട്ട് യൂസ് ചെയ്യാം. ഇതിൻ്റെ കൂടെ എക്സ്ട്രാ നമുക്ക് ഒരു 5 ബ്രഷ് ഹെഡ്സും ഒരു ഇൻഡിപെൻഡൻ്റ് ഹെഡ് ഒരു ചാർജിങ് കോഡും കിട്ടുന്നുണ്ട്. അതുകൊണ്ട് കുറേ കാലത്തേക്ക് നമുക്ക് ഈ ഒരു ബ്രഷ് ഹെഡ് തന്നെ മാറ്റി യൂസ് ചെയ്യാം. അല്ലെങ്കിൽ ഒരു ഫാമിലിയിൽ തന്നെ പലർക്കായിട്ട് നമുക്ക് ബ്രഷ് ഹെഡ് മാറ്റിയിട്ട് യൂസ് ചെയ്യാം കേട്ടോ. ഇത് ഇൻഡിപെൻഡൻ്റ് ഹെഡാണ്. മാനുവൽ ബ്രഷിനെ കമ്പയർ ചെയ്യുമ്പോൾ 99% പ്ലഗും റിമൂവ് ചെയ്യാനായിട്ട് ഈ ഒരു ബ്രഷ് നമ്മളെ ഹെൽപ്പ് ചെയ്യും കേട്ടോ. ഇതിൽ സോണിക് ടെക്നോളജി യൂസ് ചെയ്യുന്നതുകൊണ്ട് തന്നെ 40,000 സ്ട്രോക്സ് പെർ മിനിറ്റ്സ് ചെയ്യാനായിട്ട് പറ്റും. നമ്മുടെ നോർമൽ ഹാൻഡ് വെച്ചിട്ട് നമുക്ക് ഇത്രത്തോളം ഒന്നും ചെയ്യാനായിട്ട് പറ്റില്ല കേട്ടോ, ബ്രഷ് ചെയ്യാനായിട്ട് പറ്റില്ല. പിന്നെ ഇതിൽ സ്മാർട്ട് ടൈമർ യൂസ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഓട്ടോമാറ്റിക്കലി 30 സെക്കൻഡ്സിൽ ഇത് പോസ് ആകും. നമുക്ക് ബ്രഷ് ഏരിയ ചേഞ്ച് ചെയ്ത് വെക്കാം. അതുപോലെ 2 മിനിറ്റ്സിൽ ഷട്ട് ഡൗൺ ആകും. 2 മിനിറ്റ്സ് ആണ് ഡെന്റിസ്റ്റ് റെക്കമെൻഡ് ചെയ്യുന്ന ബ്രഷിംഗ് ടൈം എന്നാണ് പറയുന്നത് കേട്ടോ. വൺസ് നമ്മൾ ഈ ഒരു ബ്രഷ് ചാർജ് ചെയ്ത് കഴിഞ്ഞാൽ 2 മിനിറ്റ്സ് ട്വൈസ് ഡെയിലി നമ്മൾ യൂസ് ചെയ്യുകയാണെങ്കിൽ 25 ഡേയ്സ് വരെ ബാറ്ററി ലാസ്റ്റ് ചെയ്യും. 4 hours ആണ് ഇതിൻ്റെ ചാർജിങ് ടൈം വരുന്നത്. ഞാൻ പറഞ്ഞാൽ ഈ ഒരു ബ്രഷ് വാട്ടർ പ്രൂഫ് ആണ്. ഇതിൽ IPX7 വാട്ടർ പ്രൂഫ് ടെക്നോളജി യൂസ് ചെയ്തിട്ടുണ്ട്. എന്ന് കരുതിയിട്ട് ഇത് വെള്ളത്തിലിട്ട് വെക്കാനില്ല കേട്ടോ പറയുന്നത്. ജെന്റിലായിട്ട് ഒരു ബ്രഷ് ഹെഡിൻ്റെ ഏരിയ ഇതുപോലെ ഒന്ന് ജെന്റിലായിട്ട് വാഷ് ചെയ്ത് കൊടുക്കുക. പെട്ടെന്ന് അങ്ങനെ കേടൊന്നും വരില്ല. ലിങ്ക് വേണമെങ്കിൽ ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം കേട്ടോ, ആവശ്യമുള്ളവർ ചെക്ക് ചെയ്ത് നോക്കാം. ബ്രഷൊക്കെ ചെയ്ത് നിൽക്കുമ്പോഴേടാ നമ്മുടെ വാഷ് ബേസിൻ്റെ ഏരിയയിൽ ചെറുതായിട്ട് പൊടി മാറാലൊക്കെ ഞാൻ ശ്രദ്ധിച്ചിട്ടോ. കുറച്ച് നാളായി ഇതൊക്കെ ക്ലീൻ ചെയ്യണമെന്ന് വിചാരിക്കണം. പിന്നെ ഈ ഒരു ഐറ്റം കിട്ടാൻ വേണ്ടി ഞാൻ വെയിറ്റ് ചെയ്യായിരുന്നു കേട്ടോ. 2 ദിവസം മുന്നാണ് നമുക്കിത് ഡെലിവറി ആയിട്ടുണ്ടായിരുന്നത്. ഇത് എത്ര വേണമെങ്കിലും എക്സ്റ്റെൻഡ് ചെയ്യാൻ പറ്റുന്ന ഡസ്റ്ററാണ് കേട്ടോ. ഇതിൻ്റെ ബ്രഷ് ഹെഡ് നമുക്ക് എങ്ങനെ വേണമെങ്കിലും ഒടുക്കി നിവർത്തി എന്ത് വേണമെങ്കിലും ചെയ്യാം. അത്രയും ഫ്ലെക്സിബിളാണ്, മൈക്രോ ഫൈബറാണ് ഇതിൻ്റെ ഒരു മെറ്റീരിയൽ വന്നിട്ട്. എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. നിങ്ങളുടെ കയ്യിൽ ഇങ്ങനത്തെ ഒരു ഐറ്റം ഇല്ലെങ്കിൽ തീർച്ചയായിട്ടും വാങ്ങി യൂസ് ചെയ്തോ കേട്ടോ. ഭയങ്കര യൂസ്ഫുള്ളാണ്. പൊടി തട്ടാനാണെങ്കിലും തുടയ്ക്കാനാണെങ്കിലും. പിന്നെ ഫാൻ, നല്ല ഉയരമുള്ള ഫാൻ, ഉയരത്തിലിരിക്കുന്ന ഫാന് കാര്യങ്ങൾ എത്ര വേണമെങ്കിലും നമുക്കത് നീട്ടാലോ, അതുകൊണ്ട് കുഴപ്പമില്ല. ആദ്യം ഫാനിലെ പൊടിയൊക്കെ ഒന്ന് തട്ടിയ ശേഷം ഈ ഒരു ബ്രഷ് ഹെഡ് നമുക്ക് ഊരി എടുത്തിട്ട് നനച്ച്
വീണ്ടും നമുക്ക് തുടയ്ക്കാം. അപ്പോൾ ഒന്നും കൂടെ നന്നായിട്ട് പൊടി പോരും കേട്ടോ. കണ്ടതുപോലെ മാറാലും കാര്യങ്ങളൊക്കെ പറ്റി പിടിച്ച് വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മളിത് ജസ്റ്റ് ഒന്ന് തുടയ്ക്കുന്നേ ഉള്ളൂ. ഇനി അത് കുറച്ച് ആഴ്ചയിലൊരിക്കലും ഇത് വേണമെങ്കിൽ നമുക്ക് വാഷ് ചെയ്തെടുക്കാം കേട്ടോ. ഡിറ്റാച്ച് ചെയ്യണത് ഞാൻ എങ്ങനെയാണെന്ന് കാണിച്ചു തരാം. ഫാനിലൊക്കെ ഞാൻ മടക്കി വെച്ചിട്ടാണ് തുടയ്ക്കാറുള്ളത്. ഇതുപോലെ ഡിറ്റാച്ച് ചെയ്യാനും അറ്റാച്ച് ചെയ്യാനൊക്കെ പറ്റും. അപ്പോൾ അത് ഡിറ്റാച്ച് ചെയ്തിട്ട് നല്ലപോലെ വാഷ് ചെയ്തെടുത്ത് കഴിഞ്ഞാൽ നമുക്ക് പിന്നെയും ഇത് അങ്ങനെ യൂസ് ചെയ്യാം കേട്ടോ. അങ്ങനെ നമ്മൾ ഒരുവിധം പൊടി കിച്ചൺ ഏരിയയിലുണ്ടായിരുന്നതൊക്കെ തുടച്ചു. ഇന്നലെ ഞാനിത് കയ്യിൽ കിട്ടിയപ്പോൾ തന്നെ ഒരുവിധം ഭാഗത്തുള്ള മറാലും കാര്യങ്ങളൊക്കെ തട്ടിയിട്ടോ. കാരണം ഒരു പുതിയ ഐറ്റം നമ്മളിൽ കിട്ടുമ്പോൾ ഭയങ്കര എക്സൈറ്റഡ് ആയിരിക്കുമല്ലോ. നമ്മൾ കുറേ നാൾ അതുമ്പോൾ പണിയെടുത്തുകൊണ്ട് നടക്കും, പിന്നെ അത് മാറ്റി വയ്ക്കും. അപ്പോൾ അത് ഇനി വാഷ് ബേസിൻ്റെ ഏരിയ ഒന്ന് ക്ലീൻ ചെയ്യാണ്. ഇവിടെയും കുറേ പൊടിയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ഞാൻ നേരത്തെ യൂസ് ചെയ്തിരുന്നുണ്ടല്ലോ ചേട്ടൻ്റെ ഫേസ് വാഷ് ആയിട്ട്, അത് എക്സ്പയർഡ് ആയിട്ടുണ്ടായിരുന്നു. ചേട്ടൻ അങ്ങനെ വാങ്ങി വെക്കെങ്കിലും സ്ഥിരമായിട്ട് യൂസ് ചെയ്യുന്ന സ്വഭാവമൊന്നുമില്ല. അങ്ങനെ ഇരുന്നത് ഡേറ്റൊക്കെ തീർന്നപ്പോൾ ഞാൻ അതാണ് ഇപ്പോൾ അതായത് വാഷ് ബേസിനും സിങ്കും കാര്യങ്ങളൊക്കെ ക്ലീൻ ചെയ്യാനായിട്ട് യൂസ് ചെയ്യാറുള്ളത് കേട്ടോ. അപ്പോൾ അത് വെച്ചിട്ട് നമ്മൾ ഫുള്ള് ഇവിടെയൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് അവസാനം തുടച്ച് വെടുപ്പാക്കിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ ഒരു ഏരിയ ക്ലീൻ ആയിട്ടുണ്ട്. ഇനി നമുക്ക് ബ്രേക്ക്ഫാസ്റ്റിൻ്റെ കാര്യങ്ങളും ഒക്കെ നോക്കാം. ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ടില്ലല്ലോ ഇത്ര നേരമായിട്ടും. ഇന്ന് നമുക്കൊരു സ്മൂത്തി ആയാലോ ബ്രേക്ക്ഫാസ്റ്റിന്. ആമീനെ സ്കൂളിൽ വിടാറുള്ള മിക്കവാറും ദിവസം ഞാൻ അവൾക്ക് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് കൊടുക്കാറുള്ളത് ഈ സ്മൂത്തിയാണ് കേട്ടോ. ആമീൻ്റെ സ്കൂളിൽ എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റും ലഞ്ചും ഒക്കെ കൊടുത്തേക്കും. ടിഫിനായിട്ടില്ല, ബ്രേക്ക്ഫാസ്റ്റ് നമ്മൾ വീട്ടിൽ നിന്ന് കഴിപ്പിച്ച് വിടേണ്ട ആവശ്യമില്ല കേട്ടോ. എന്നാലും കാലത്ത് എനിക്കൊരു ടെൻഷനാണ്. ഇനിയിപ്പോൾ അവിടെ പോയിട്ട് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചില്ലെങ്കിലോ, കുറച്ചെന്തെങ്കിലും ഇവിടെ നിന്ന് കൊടുത്ത് വിടാമെന്നൊക്കെ കരുതിയിട്ട് ഞാൻ ഈ ഒരു സ്മൂത്തി ഉണ്ടാക്കി കുടിപ്പിക്കും കേട്ടോ. അര ഗ്ലാസ് ഞാൻ കുടിപ്പിക്കും. പിന്നെ ഞങ്ങൾക്ക് കാലത്ത് എനിക്ക് വഴിക്ക് ഹാർഡായിട്ടുള്ളത്, അതായത് ഇഡലി, ദോശ, അതുപോലെ ചോറൊക്കെ കഴിക്കാൻ മടിയുണ്ടെങ്കിൽ ഈ ഒരു സ്മൂത്തി ആകുമ്പോൾ അവർ നന്നായിട്ട് ഇങ്ങനെ ഡൈജഷനും പ്രോപ്പർ ആയിരിക്കുമല്ലോ. കാലത്ത് തന്നെ ഇട്ടിട്ട് വെള്ളം കുടിക്കുക, ഇതുപോലെയുള്ള ജ്യൂസ് കാര്യങ്ങളൊക്കെയല്ലേ നല്ലത്. അപ്പോൾ സ്മൂത്തി ആൾ കുടിച്ചോളും. അത് ഞാൻ പല ഗ്ലാസ് ജാറുകൾ വാങ്ങി വെച്ചിട്ടുണ്ട് കേട്ടോ, ഈ സ്മൂത്തി കുടിക്കാൻ പറ്റണത്, ഈ സ്ട്രോയും കാര്യങ്ങളൊക്കെ ആയിട്ട്. അത് അവൾക്ക് ഭയങ്കര ഇഷ്ടം. അപ്പോൾ ഓരോ ദിവസം ഓരോന്നിലും ഇങ്ങനെ മാറി കൊടുക്കുമ്പോൾ ആൾ കുടിച്ചോളും. ചില ദിവസമൊക്കെ മുഴുവനും കുടിക്കും കേട്ടോ. അപ്പോൾ നമ്മളെന്തെങ്കിലും ഫ്രൂട്ട്സും കാര്യങ്ങളൊക്കെ ഇതിൻ്റെ കൂടെ സ്മൂത്തിയിൽ ആഡ് ചെയ്യുമല്ലോ. മിക്കവാറും ഞാൻ നമ്മുടെ നേന്ത്രപ്പഴമാണ് കേട്ടോ യൂസ് ചെയ്യുക. അത് തന്നെയാണ് ടേസ്റ്റും. എനിക്ക് കൂടുതൽ ടേസ്റ്റ് തോന്നിയിട്ടുള്ളത് അതാ. പിന്നെ അവൾ കുടിക്കാനായിട്ട് ബൂസ്റ്റോ കാര്യങ്ങളോ എന്തെങ്കിലും ഓരോ സ്പൂണൊക്കെ ആഡ് ചെയ്ത് കൊടുക്കും. അപ്പോൾ ആൾ നന്നായിട്ടത് അറിഞ്ഞു കുടിച്ചോളും. അങ്ങനെ ഇന്നിപ്പോൾ നമ്മളതിലുള്ളത് മാംഗോ പൾപ്പാണ്. അപ്പോൾ ഞാൻ അതാണ് കേട്ടോ ആഡ് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. എനിക്ക് പിന്നെ ഞാൻ ബൂസ്റ്റ് കാര്യങ്ങൾ, ഷുഗർ അങ്ങനെ വേറെ ഒന്നും എക്സ്ട്രാ ആഡ് ചെയ്യാറില്ല കേട്ടോ. ആമിക്കുട്ടിക്കും ഷുഗറൊന്നും ആഡ് ചെയ്യില്ല, കുറച്ച് ബൂസ്റ്റ് അങ്ങനെ ആഡ് ചെയ്ത് കൊടുക്കാറുണ്ട്. അങ്ങനെ നമ്മൾ നല്ല പോലെ അത് സ്മൂത്തിയൊക്കെ എടുത്തിട്ടുണ്ട്. ഈ ഒരു ജാറുകളാണ് കേട്ടോ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഈ സെറാമിക്കിൻ്റെയും ഗ്ലാസ് ജാറുകളും ഈ ഇതുപോലെ പ്രിൻറ്റും കാര്യങ്ങളൊക്കെ വരുന്നതാകുമ്പോൾ കുറച്ച് അട്രാക്റ്റീവ് ആണല്ലോ. അപ്പോൾ കിടാങ്ങൾക്ക് അത് ഇഷ്ടപ്പെടുകയും ചെയ്യും. സ്ട്രോയൊക്കെ ഇട്ട് കൊടുക്കുമ്പോൾ അത് കുടിക്കുകയും ചെയ്യും കേട്ടോ. അപ്പോൾ വേണമെങ്കിൽ നമുക്കിത് ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ചിട്ട് കഴിക്കാം, അല്ലെങ്കിൽ ഇങ്ങനെ കുടിക്കാം കേട്ടോ. അപ്പോൾ ഞാൻ ഇതുമായിട്ട് ഇങ്ങനെ പുറത്തൊക്കെ വന്നിരുന്ന് കുറച്ച് നേരം ഫോണൊക്കെ നോക്കിയിട്ട് നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാമെന്ന് വെച്ചിട്ടാണ്. പുറത്ത് ചെറുതായിട്ട് മഴ ചാറുന്നുണ്ട് കേട്ടോ. എൻ്റെ ഉള്ളിൽ ഇങ്ങനെ ഒരു ടെൻഷൻ വരും. നമ്മൾ വീഡിയോ ഷൂട്ട് ചെയ്ത് പകുതി എത്തിയിട്ട് ഇനിയിപ്പോൾ ഭയങ്കര മഴയായി കഴിഞ്ഞാൽ കറണ്ടും ഉണ്ടാവില്ല, ഭയങ്കര ഇരുട്ടും ആവും. വീഡിയോയിലാണെങ്കിൽ പ്രോപ്പർ ലൈറ്റിങ് കാര്യങ്ങളൊന്നും ഇല്ലെങ്കിൽ നമുക്ക് വീഡിയോ എടുത്തിട്ട് പിന്നെ വേറെ കാര്യമില്ല, പ്രത്യേകിച്ച് ഒരു കാര്യമില്ല. അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ച് കഴിഞ്ഞ് കുറേ നേരം റെസ്റ്റൊക്കെ എടുത്ത് നമ്മൾ ലഞ്ചിനുള്ള പ്രിപ്പറേഷൻസിലാണ്. മീൻ വാങ്ങിയിട്ടുണ്ടായിരുന്നു, ഇന്നലെ വാങ്ങി നന്നാക്കി വെച്ചിട്ടുള്ളതാണ് കേട്ടോ. ഈവനിങ് ഡ്യൂട്ടിയൊക്കെ കഴിഞ്ഞിട്ട് വരുമ്പോൾ ഞാൻ ഇടയ്ക്ക് മീൻ വാങ്ങി വരും കേട്ടോ. അപ്പോൾ ഞാൻ നന്നാക്കി വാങ്ങിക്കാറാണ് പതിവ്. അല്ലെങ്കിൽ നമ്മൾ ഇവിടെ വന്നിട്ട് 7:30 നേരത്തൊക്കെ നന്നാക്കിയിട്ട് ഇനി എപ്പോൾ കറി വയ്ക്കാനാണെന്ന് ഞാൻ വിചാരിക്കും. പക്ഷെ ഇന്നലെ നമുക്ക് നന്നാക്കി കിട്ടിയില്ല കേട്ടോ. അതുകൊണ്ട് ഞാൻ ഇവിടെ വന്നിട്ട് തന്നെ നന്നാക്കി കുറച്ചൊക്കെ അപ്പം തന്നെ എടുത്ത് വറുത്തു. ഇന്നിപ്പോൾ ഞാൻ 2 എടുക്കണുള്ളൂ, ഞാൻ മാത്രമല്ലേ കഴിക്കാനുള്ളൂ. ബാക്കിയുള്ളത് രാത്രിയും കൂടി വറുത്ത് കഴിഞ്ഞാൽ നമ്മുടെ മീൻ കഴിഞ്ഞു ഗൈസ്. പിന്നെ നമ്മൾ ഇതിൻ്റെ കൂടെ സൈഡായിട്ട് വല്ല മോരുകറിയോ സാമ്പാറോ പരിപ്പ് കറിയോ ഒക്കെ ഉണ്ടെങ്കിൽ സംഭവം സെറ്റാണ്. ഇതെടുത്ത് ഞാൻ കറി വെക്കൽ കുറവാണ് കേട്ടോ. അതായത് ഇവിടെ എല്ലാവർക്കും ഫ്രൈ ആണ് ഇഷ്ടം, മീൻ കറി വെക്കൽ കുറവാണ്. അത് നല്ല മീനുകൾ കിട്ടുകയാണെങ്കിൽ വെക്കുള്ളൂ കേട്ടോ. അപ്പോൾ ചെമ്മീനോ അയിലയോ അല്ലെങ്കിൽ നല്ല നെയ്മീനുകളൊക്കെ ആണെങ്കിൽ നമ്മൾ കറി വെക്കും. ഇത് അയിലപ്പാരയാണ് കേട്ടോ. ഞങ്ങളിവിടെ അയിലപ്പാരാന്ന് പറയാം, വേറെ എന്തെങ്കിലും വിളിക്കുമോയെന്നൊന്നും എനിക്കറിയില്ല. വേറെ പേരുകളൊക്കെ കാണൂലേ, പലയിടത്തും പല പേര് പറയുമല്ലോ. അതുപോലെ കുഞ്ഞ് പോട്ടയൊക്കെ ഇല്ലേ, പള്ളത്തിന് ഞങ്ങൾ പോട്ടാന്നൊക്കെ വിളിക്കും. അപ്പോൾ ഇതിനെ ഇനി വേറെ പേരൊക്കെ പറയുമോയെന്നറിയില്ല. ഇത് ഞാൻ നന്നായിട്ട് വരിഞ്ഞു കൊടുക്കുന്നുണ്ട്. ഇതിൻ്റെ ആ തിണ്ടുണ്ടല്ലോ, വാലിൻ്റെ ഭാഗത്തൊരു നല്ല മുള്ള് നല്ല കട്ടിക്കിരിക്കണ ഒരു ഭാഗമുണ്ട്, അവിടെ വരിയാൻ കുറച്ച് പാടാണ് കേട്ടോ. എന്നാലും നമ്മൾ വരിഞ്ഞു കൊടുത്തിട്ടുണ്ട്. കത്തിക്ക് നല്ല മുറിച്ചുകൊണ്ട് കുറച്ച് കഷ്ടപ്പാടുണ്ടായിരുന്നു. അങ്ങനത്തെ ചോറ് തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട്. മോരുകറിയാണ് ഇന്നലെ വെച്ചിട്ടുണ്ടായിരുന്നത്, അതും വെച്ചിട്ടുണ്ട്. നമ്മൾ വരിഞ്ഞെടുത്ത മീൻ മസാലയൊക്കെ പരത്തി ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെച്ചു കേട്ടോ. കാര്യമായിട്ടുള്ള മസാല പരത്തിലൊന്നും ചെയ്തിട്ടില്ല. ജസ്റ്റ് മുളക് പൊടി, പിന്നെ ഉപ്പ്, മഞ്ഞൾ,
കുറച്ച് ഫിഷ് ഫ്രൈ മസാല ഉണ്ടായിരുന്നു, അതും കൂടെ ആഡ് ചെയ്തു. വേറെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് അങ്ങനെയുള്ള സംഭവങ്ങളൊന്നും ആഡ് ചെയ്തിട്ടില്ലല്ലോ. പക്ഷെ അങ്ങനെ മീൻ വറക്കണ സമയത്തെ വേപ്പില മേളിൽ കൂടെ വെതറിയിടുക, അതുപോലെ വെളുത്തുള്ളി തൊലി കളയാണ്ട് ചതച്ചിടുക, അങ്ങനെയൊക്കെ ചെയ്യില്ലേ. എനിക്ക് അതിൻ്റെ ഫ്ലേവർ ആ സ്മെല്ലൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അങ്ങനെ കൊതി മൂത്ത് കുറച്ച് വേപ്പില പൊട്ടിക്കാന്ന് കരുതി താഴെ പോയപ്പോൾ ഉണ്ടല്ലോ, വേപ്പ് മരം ഇങ്ങോട്ട് ചാഞ്ഞു വന്നിരിക്കുകയാണ്. എനിക്ക് താഴെ പോയി പൊട്ടിക്കേണ്ട ആവശ്യമൊന്നും വന്നില്ല. ഞാൻ ജസ്റ്റ് ഒരു കൊമ്പ് ഒടിച്ചെടുത്തു കേട്ടോ. ഈ ഒരു വേപ്പൊക്കെ സൈഡിലോട്ട് വലിച്ച് കെട്ടിയതാണ് കേട്ടോ അത്. പക്ഷേ സംഭവം നല്ല കാറ്റും മഴയൊക്കെ ആയതുകൊണ്ട് വീണ്ടും വീണ്ടും ചാഞ്ഞിങ്ങോട്ട് വരികയാണ് കേട്ടോ. വേപ്പില ഇത് ഇങ്ങനെ കഴുകി മൊത്തത്തിലായിട്ട് ഇങ്ങനെ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ വെളുത്തുള്ളി ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തോല് കളയാണ്ട് ചതച്ചിടാണ് കേട്ടോ. അപ്പോഴാണ് ശരിക്കും അതിൻ്റെ ആ ഒരു ഫ്ലേവറും ആ ഒരു സ്മെല്ലും ഒക്കെ നമുക്ക് കിട്ടാം. ആമിക്ക് ഈ ഫിഷ് ഫ്രൈ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അതായത് ഈ ചിക്കൻ ഫ്രൈ ചെയ്യണതിലൊക്കെ ഇഷ്ടം ആൾക്ക് ഫിഷ് ഫ്രൈ കൂട്ടിയിട്ട് ചോറ് കൊണ്ടാനൊക്കെയാണ്. പിന്നെ അവളിപ്പോൾ എന്തായാലും ഇവിടെ ഇല്ല, അതുകൊണ്ട് കാര്യമായിട്ടുള്ള കറിവേപ്പും കാര്യങ്ങളൊന്നും ചെയ്യില്ല. ഇന്നത്തെ മോരുകറി തന്നെയാണ് കേട്ടോ ഞാൻ ചൂടാക്കാനായിട്ട് വെച്ചിട്ടുള്ളത്. പക്ഷെ അത് തിളച്ചു ഗൈസ്, അതുകൊണ്ട് മോര് പിരിഞ്ഞ് വന്നിട്ടുണ്ട്. ഇന്നലെ കറക്റ്റ് പാകത്തിന് നമുക്ക് കിട്ടിയതായിരുന്നു. പക്ഷേ ഇന്ന് എൻ്റെ കണ്ണൊന്ന് തെറ്റിപ്പോയി, സംഭവം ഒന്ന് തിളച്ചു കേട്ടോ. അതിനിടയ്ക്കുണ്ടല്ലോ നല്ല ഗ്രാൻഡായിട്ട് തന്നെ മഴ പെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഉഗ്രം മഴയായിരുന്നു. പക്ഷെ കറണ്ട് പോയില്ല എന്തോ ഭാഗ്യത്തിന്. നല്ലോണം തകർത്ത് പെയ്യുന്നുണ്ട് കേട്ടോ. മഴയുടെ കൂടെ കാറ്റും വരുമ്പോഴാണ് സീൻ. ഞാൻ സ്കൂട്ടിയിലൊക്കെ പോകുമ്പോഴേ റൂട്ടിൽ കൂടെ പോകുമ്പോൾ നല്ല മഴയുള്ള സമയത്ത് ഇങ്ങനെ ഇടയ്ക്ക് കാറ്റൊക്കെ വരുമ്പോൾ ജസ്റ്റ് വണ്ടി ഇങ്ങനെ പാളും. അപ്പോൾ എനിക്ക് ഭയങ്കര ടെൻഷനാണ് കേട്ടോ. മരങ്ങളൊക്കെ ഇങ്ങനെ ആടി വിലയിടും കാണുമ്പോൾ ഏതെങ്കിലുമൊക്കെ ഇടിഞ്ഞു പൊളിഞ്ഞ് വീഴുമോ എന്നൊക്കെ ഞാൻ വിചാരിക്കാറുണ്ട് കേട്ടോ. നമ്മുടെ സൈഡിൽ മരങ്ങളുടെ കൊമ്പുകളും ഒക്കെ വീണ് കാണുമ്പോഴേ ഒരു ടെൻഷനാണ് നല്ല കാറ്റ് വരുന്ന സമയത്ത് കേട്ടോ. അപ്പോൾ അതിനിടയ്ക്ക് നമ്മുടെ ഫിഷ് ഫ്രൈ ഇതേ ഇവിടെ ആയതുകൊണ്ടിരിക്കുന്നുണ്ട്, ലോ ഫ്ലെയിമിലാണ്. പിന്നെ കറി ഞാൻ വേറെ ഒന്നും വെക്കാൻ നിൽക്കണില്ല കേട്ടോ. സത്യം പറഞ്ഞാൽ എനിക്ക് കുറേ കറി വെച്ചിരിക്കാൻ കഴിക്കാൻ ആൾക്കാരുണ്ടെങ്കിൽ ഇഷ്ടമാണ്. അല്ലാണ്ട് ഇപ്പോൾ ഞാൻ കുറേ വാരി വലിച്ച് കഴിക്കില്ല. എനിക്ക് ജസ്റ്റ് എന്തെങ്കിലും ഒരു ചാറ് കറിയും ഈ ഫിഷ് ഫ്രൈ ഉണ്ടെങ്കിൽ തന്നെ കുശലാണ് എൻ്റെ കാര്യം. അപ്പോൾ ഞാൻ കുറച്ച് വൈനൊക്കെ എടുത്ത് ഒന്ന് റിലാക്സ് ചെയ്യാം, അതുവരെ നമ്മുടെ മീൻ അവിടെ റെഡി ആവട്ടെ എന്ന് കരുതിയിട്ട് ഇവിടെ വന്നിരിക്കുകയാണ് കേട്ടോ. മഴയൊക്കെ കണ്ട് ആസ്വദിച്ച് ഞാൻ വൈനൊക്കെ എടുത്ത് വന്നപ്പോഴേക്കും മഴ ഒരുവിധം തോർന്ന് സെറ്റായി തുടങ്ങി. നമ്മൾ ഇന്നലെ വെച്ച മോരുകറിയാണ് കേട്ടോ. ബാക്കി കുറച്ചുണ്ടായിരുന്നത് ഞാൻ ജസ്റ്റ് ഒന്ന് ചൂടാക്കാൻ വേണ്ടി വെച്ചിട്ട് വേപ്പില പൊട്ടിക്കാൻ പോയി വരുമ്പോഴേക്കും സംഭവം തിള വന്നു കഴിഞ്ഞാലൊന്ന് പിരിഞ്ഞിരിക്കില്ലേ മോര്. എന്നാലും കുഴപ്പമൊന്നുമില്ല, കഴിക്കാനായിട്ട് ടേസ്റ്റ് കുറച്ച് കുറയും. എനിക്ക് മോര് കാച്ചിയത് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അതിൻ്റെ ആ ഒരു ചുവന്നുള്ളിയുടെയും അതുപോലെ മുളകിൻ്റെ ഒക്കെ ഒരു ഫ്ലേവറൊക്കെ ഉണ്ടല്ലോ, ചെറിയ പുളിയും എനിക്കിഷ്ടമാണ് കേട്ടോ. പിന്നെ ഒരു ഫിഷ് ഫ്രൈയും കൂടി ഉണ്ടെങ്കിൽ പറയണ്ട. തന്നെ ഇരുന്ന് ഫുഡ് കഴിക്കുക എന്ന് പറയുന്നത് ഭയങ്കര ബോറ് പരിപാടിയാണ് കേട്ടോ. കമ്പനിക്ക് ആരെങ്കിലുമൊക്കെ വർത്താനം പറയാണ്ടെങ്കിൽ നല്ലതാണ്. അവിടെ ഞാൻ കുറച്ച് നേരം TV ഒക്കെ കണ്ട് ഫുഡ് കഴിക്കാമെന്ന് കരുതിയിട്ടാണ്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വ്ളോഗ് ഇത്രയേ ഉള്ളൂ. ഇനി കാര്യമായിട്ടൊന്നും അങ്ങോട്ട് ഷൂട്ട് ചെയ്യണില്ല, നല്ല കാര്യമുണ്ട്. മിക്കവാറും ഇനി തകർത്ത് മഴ പെയ്യും, വെളിച്ചവും ഉണ്ടാവില്ല, ഇനി കറണ്ട് പോകുമെന്നൊക്കെ എനിക്കൊരു ടെൻഷൻ ഉണ്ട്. അതുകൊണ്ട് നമ്മളിവിടെ വെച്ച് വീഡിയോ അവസാനിപ്പിക്കുകയാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. നല്ലൊരു ടോപ്പിക്കായിട്ട് നെക്സ്റ്റ് ടൈം കാണാം. ബൈ.